വയനാട് വാഗേരിയിലെ കടുവാ ദൗത്യം ഒരാഴ്ച പിന്നിടുന്നു. പ്രതീഷിനെ ആക്രമിച്ചു കൊന്ന കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചെങ്കിലും ഇതുവരെ പിടികൂടാനായിട്ടില്ല. കടുവ നിരീക്ഷണത്തിലാണെന്നും സാഹചര്യം ഒത്തുവന്നാൽ വെടിവെക്കുമെന്നും ഉത്തരമേഖല CCF KS ദീപ പറഞ്ഞു. 3 നൈറ്റ് ക്യാമറകളും ഇന്ന് പ്രദേശത്ത് സ്ഥാപിച്ചു. സർവ്വസന്നാഹത്തോടെ നടന്ന 7ാം ദിവസത്തെ തിരച്ചിലും ഫലം കണ്ടില്ല. ക്യാമറകളിലൂടെയും കാൽപ്പാടുകൾ പരിശോധിച്ചും കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് പ്രദേശത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുങ്കിയാനകൾ കൂടല്ലൂർ പ്രദേശത്ത് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ഇതിനിടെ കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ഞാറ്റാടി സാബുവിന്റെ വീടിന്റെ മുറ്റത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. സമീപത്തെ വയലിലും കാൽപ്പാടുകളുണ്ട്. ഇത് നരഭോജി കടുവയുടേതാണോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതുവിധേനയും കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഉത്തരമേഖല CCF KS ദീപ പറഞ്ഞു. ഒരു ആപ്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ ട്രാങ്കുലൈസ് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും മറ്റ് എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതിനുള്ള ഡയറക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മൂവ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻസിൽ തന്നെയാണ് നമ്മളെപ്പോഴും. എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. വനം വകുപ്പ് സ്ഥാപിച്ച ലൈവ് ക്യാമറകളിലുൾപ്പെടെ കടുവയുടെ ദൃശ്യങ്ങളുണ്ട്. എന്നാൽ പിന്തുടർന്ന് വെടിവെക്കാനുള്ള സാഹചര്യമുണ്ടായില്ല. 100ഓളം വനപാലകർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘമാണ് ദൗത്യം ഏകോപിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, വയനാട്.